പ്രാചീന കാലം മുതൽ നമ്മുടെ പൂർവികർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരായിരുന്നു. ശുചിത്വം ഒരു സംസ്കാരമായി മലയാളികൾ കരുതിയിരുന്നു. ഇന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം ഏറെ പിന്നിലായി പോകുന്നു. പൗരബോധവും സാമൂഹ്യബോധവുമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ശുചിത്വം സാധ്യമാവുകയുള്ളൂ. ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമായതുപോലെ ശുചിത്വമുള്ള അന്തരീക്ഷത്തിലും ശുചിത്വമുള്ള ചുറ്റുപാടിലും ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ടാവണം. മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ് ഈ നാടിനെ ഇങ്ങനെ മലീമസമാക്കുന്നതിൽ പ്രധാന കാരണമെങ്കിലും മനുഷ്യൻ്റെ മനഃപൂർവ്വമായ പ്രവൃത്തികളും ഇതിന് കാരണമാകുന്നു. ആവശ്യമില്ലാത്തതോ ഉപയോഗശൂന്യമായതോ ആയ വസ്തുക്കളെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെയാണ് നാം മാലിന്യമെന്ന് സൂചിപ്പിക്കുന്നത്. മാലിന്യമുക്തമായ കേരളം, അതാണ് നമ്മുടെ സ്വപ്നം. ഞാൻ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, വേസ്റ്റ് എന്നെ ബാധിക്കുന്നില്ല എന്ന നിലപാട് മാറ്റി വീടിനെയും നാടിനെയും എങ്ങനെ മാലിന്യമുക്തമാക്കാൻ കഴിയും എന്ന് നാം പരിശ്രമിക്കണം. പൊതുസ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലേക്ക് എത്തിക്കാൻ നാം പരിശ്രമിക്കണം. ഖരമാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നത് പരിശ്രമകരമാണ്. ഇന്ന് കേരളത്തിൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വളരുകയാണ്. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ നാം തയ്യാറാവണം. മാലിന്യ സംസ്കരണ മാർഗങ്ങൾ: കുഴി കമ്പോസ്റ്റ്, ജൈവ സംസ്കരണ ഭരണി, മൺകല കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, റിംഗ് കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ബക്കറ്റ് കമ്പോസ്റ്റ്, ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ്. ഇന്ന് നമുക്ക് നമ്മുടെ അടുത്തുള്ള പുതുപ്പാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ റീന ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. ടീച്ചറിന്റെ പഞ്ചായത്തിൽ വാർഡിൽ, പ്രത്യേകിച്ച് വാർഡ് തലത്തിൽ എങ്ങനെയൊക്കെയാണ് മാലിന്യ നിർമ്മാർജ്ജനങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും? ഓക്കെ, ഞാൻ സംസാരിക്കാം. ഞാൻ പുതുപ്പാടി പഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പഞ്ചായത്തിൽ വന്നിട്ട് 21 വാർഡുകളുണ്ട്. അതിൽ ഓരോ വാർഡിലും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ ബേസിക്കായിട്ട് നടക്കുന്നത്. അതേ ഓരോ വീടുകളിൽ നിന്നും അവർ ശേഖരിച്ചു വെക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് വീടുകളിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളായിട്ട് അവർ ശേഖരിച്ചു വെക്കും. ഇവ ശേഖരിച്ച് വെച്ച് ചാക്കിലാക്കി അവിടെ വെക്കുന്ന സാധനം ഹരിതകർമ്മ സേനക്കാർ വീട്ടിലേക്ക് എത്തുകയും അവിടുന്ന് യൂസേഴ്സ് ഫീ ആയിട്ട് മിനിമം 50 രൂപ എന്ന തോതിൽ ചാക്ക് ബേസായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുന്നു? ഇതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഡ് മെമ്പർ മുഖാന്തരം വാർഡ് മെമ്പർ ഓരോ ആ വാർഡിലുള്ള മുഴുവൻ വീട്ടുകാരെയും ഗ്രൂപ്പ് വഴി, ഒരു ഗ്രൂപ്പുണ്ട് വാർഡിനൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് വഴി ഇന്ന ദിവസം വാർഡിലേക്ക് വരുന്നു എന്ന് അറിയിക്കുക ചെയ്യാം. കാരണം 21 വാർഡ് പഞ്ചായത്തിലുള്ളത് കൊണ്ട് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. മാസത്തിൽ ഒരു ദിവസം ഓരോ വാർഡിനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ 21 വാർഡിന് മാസത്തിൽ 21 ദിവസം കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ എടുത്തു വെച്ച സാധനം അവര് എന്ത് ചെയ്യും? ഇവിടെ MCFന്റെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലേക്ക് പഞ്ചായത്തിന്റെ വാഹനം വന്നിട്ട് കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെക്കുക ചെയ്യും. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? ഇത് തരം തിരിച്ചിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക്സ് ഐറ്റം, അങ്ങനെല്ലാം ഉണ്ടാവും. അതൊക്കെ ഓരോന്ന് തരം തിരിച്ചു വെക്കും. ഈ തരം തിരിച്ച് വെക്കുന്നത് ഒന്നിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് വരുമ്പോൾ വെച്ചാൽ ഒരു പ്രയാസം നമ്മൾ നേരിടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറ്റി അയക്കാൻ പറ്റാത്ത സാധനങ്ങൾ അത് വർഷത്തിൽ ഒരിക്കലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പഞ്ചായത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു നഷ്ടമാണ് അവിടെ വരുന്നത്. യൂസേഴ്സ് ഫീ ഉപയോഗിച്ചിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കാനൊക്കെ ഉള്ളതേ പറ്റുള്ളൂ. പിന്നെ അത് മേക്കപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നു. കാരണം നമുക്കറിയാം, വേസ്റ്റ് വീടുകളിൽ കുന്നുകൂടി കിടക്കുമ്പോൾ അവർ കത്തിക്കുകയും അതേപോലെ വായു മലിനീകരണം, ജലമലിനീകരണത്തിനൊക്കെ കാരണമായുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എങ്ങനെയാണ് ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടോ? തുടക്കകാലത്തിലൊക്കെ അവർ തീരെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് എന്തിനാണ് പൈസ വാങ്ങുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് അവർ കത്തിക്കുകയൊക്കെ ആയിട്ട് ചെയ്യുന്നു. കുറേ തോട്ടിലൂടെ എഴുതി വെച്ച് ജലം മലിനമാണ്, തോട് മലിനമാണ്, എല്ലാ കുട്ടികളുടെ പമ്പേഴ്സ് അതൊക്കെയാണ് കൂടുതൽ വലിച്ചെറിയപ്പെടുന്നത്.
ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പണ്ട് ഇലകളിലൊക്കെ ഇറച്ചിയൊക്കെ വെട്ടി കൊണ്ടുവരുന്ന ഒരു കാലം, കടലാസിൽ പിന്നെ അരി സാധനങ്ങളൊക്കെ പിന്നെ പാത്രം ഉപയോഗിച്ച് വാങ്ങുന്നൊക്കെ കാലമൊക്കെ കഴിഞ്ഞു. ഏതും പാക്കറ്റ് കിട്ടുന്ന കാലമാണ്. ഓരോ വീട്ടിലും ആവശ്യത്തിൽ കൂടുതലുണ്ടാവും. നമ്മളിത് ഇത്തരം പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയില്ലെങ്കിൽ അത് വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ കത്തിച്ച് പിന്നെ കൂടുതൽ മലിനമാകുന്ന സാഹചര്യം. അപ്പം അതിനൊക്കെ ഒരു പിന്നെ രക്ഷ നേടാനുള്ള ഒരു മാർഗമായിട്ട് വളരെ ഉത്തമമായ രീതിയിലാണ്. ഓക്കെ. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ് ശുചിത്വ മിഷൻ, കേരള സംസ്ഥാന മലിനീകരണ ബോർഡ്, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി, ആരോഗ്യവകുപ്പ്, ഗ്രാമസഭ മുതലായ. ഇന്ന് നമുക്ക് നമ്മുടെ ഈ പരിസരങ്ങളിലുള്ള സ്കൂളുകളിലെ അധ്യാപകരുമായിട്ടുള്ള അവരുടെ അനുഭവം എങ്ങനെയാണ് മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കുന്നതിനെ കുറിച്ച് എന്നുള്ള അറിയാം. ഇവിടെ കോട്ടപ്പുറം ഹൈസ്കൂളിലെ HM ഫൈസൽ സാർ നമ്മുടെ കൂടെയുണ്ട്. സാർ, എങ്ങനെയാണ് ഈ സ്കൂൾ ഇത്ര ഭംഗിയായിട്ടും ഇത്ര മാലിന്യങ്ങളൊന്നും കൂടാതെ എങ്ങനെയാണ് സാർ അധ്യാപകരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും ഇത്ര ഭംഗിയോടുകൂടെ കൊണ്ടുവന്നത്? ഇത് എങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമസ്കാരം. മാഡം പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതായത് നമ്മൾ കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ കുട്ടികൾക്കിടയിൽ അവരറിയാതെ തന്നെ ഒരു ശുചിത്വ ശീലവും അതേപോലെ കുട്ടികളിൽ ഈ മാലിന്യങ്ങൾ എങ്ങനെ ഉറവിടത്തിൽ നിന്ന് തന്നെ പരമാവധി നിർമ്മാർജ്ജനം ചെയ്ത് ഒഴിവാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം അസംബ്ലികളിലും അല്ലാതെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. രണ്ടാമതായി അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് മുറികളിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് തരംതിരിച്ച് പരമാവധി അവർ വീടുകളിൽ തന്നെ ഉപേക്ഷിക്കാവുന്നതൊക്കെ വീടുകളിൽ ഉപേക്ഷിക്കുന്നു. ഇനി സ്കൂളിൽ നിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം സജ്ജീകരിച്ചുള്ള ബിന്നുകളിൽ നിക്ഷേപിക്കുന്നു. അത് കേന്ദ്രീകൃത സ്വഭാവത്തിൽ അവർക്ക് കുട്ടികൾ തന്നെ ക്ലാസ് വൈസ് ആയിട്ടും അതേപോലെ സ്റ്റാൻഡേർഡ് വൈസും ഡിവിഷൻ വൈസ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ പ്രോസസ്സ് നടത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങൾ പറഞ്ഞതുപോലെ അപ്പം ഭക്ഷണ വേസ്റ്റുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, അപ്പം കമ്പോസ്റ്റ് കുഴികളിൽ നിക്ഷേപിക്കുന്നു. ആ കമ്പോസ്റ്റിൽ നിന്നുള്ള വളം എടുത്തുകൊണ്ടാണ് നിങ്ങൾ കയറി വരുമ്പം കാണുന്ന അവിടെ പൂന്തോട്ടം കാണുന്നത്, ഗാർഡനിങ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതൊക്കെ എല്ലാം കുട്ടികൾ തന്നെ ചെയ്യുന്നത്. നമ്മളറിയാതെ അധ്യാപകർ ഒരു ചെറിയൊരു മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. സാറ് നമ്മളോട് പങ്കുവച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരറിയാതെ അവരുടെ ഉള്ളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സാറ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഈ അടുത്ത പ്രദേശങ്ങളിലെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്കൂൾ കൂടിയാണിത്. വളരെ നല്ല കാര്യം സാർ, അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. വ്യക്തികൾ ചെയ്യേണ്ടത്: വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, മാലിന്യം പരമാവധി കുറയ്ക്കുന്ന ജീവിത രീതി അവലംബിക്കുക, മാലിന്യം വഴിയോരത്തും ജലാശയങ്ങളിലും വലിച്ചെറിയാതിരിക്കുക, സ്ഥാപനങ്ങൾ അവരുണ്ടാക്കുന്ന മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നല്ല നാളേക്കായി പ്രഖ്യാപനങ്ങളോ മുദ്രാവാക്യങ്ങളോ അല്ല നമുക്ക് വേണ്ടത്. നാളെ വരുന്ന തലമുറയ്ക്ക് ശുചിത്വമുള്ള പ്രകൃതി സമ്മാനിക്കാൻ നമുക്കാവണം. അതിന് ഓരോരുത്തരും പരിശ്രമിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തം പൂർണ്ണതോതിൽ നിർവഹിക്കണം. പ്ലാസ്റ്റിക്കിന്റെ അമിതോപയോഗം തടയാനായി 3R രീതി പിന്തുടരാം. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. കുറയ്ക്കാം, പുനരുപയോഗം ചെയ്യുക, പുനരുപയോഗിക്കുക. ശാന്തസുന്ദരമായ കേരളം ശുചിത്വ സുന്ദരമാവട്ടെ. നന്മയുടെ പൊതുനാമ്പുകൾ മൊട്ടിടട്ടെ. നല്ല നാളേക്കായി നമുക്ക് കൈകോർക്കാം.